നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ആ ഡിസ്കഷൻ പുതിയ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ലിവിങ് ദ ഗോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലക്ഷ്യത്തെക്കുറിച്ചിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്താണ് ആ ലക്ഷ്യം? പൂർണ്ണത, പെർഫെക്ഷൻ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരാമർശിക്കുന്നുണ്ട്. ന തദ് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആ പരംധാമത്തിൽ എത്തിയതിനു ശേഷം പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നും പ്രകാശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതുമൂലമാണ് എല്ലാം പ്രകാശിക്കുന്നത് എന്ന് വീണ്ടും ഭഗവാൻ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം ഒരു ഇൻവേർട്ടഡ് അശ്വത്ഥ വൃക്ഷം, തലകീഴായി നിൽക്കുന്ന ഒരു അരയാൽ വൃക്ഷം പോലെയാണ്. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഈ അരയാൽ വൃക്ഷത്തിലേക്കുള്ള എല്ലാ വിധത്തിലുള്ള നറിഷ്മെന്റും വരുന്നത് മുകളിൽ നിന്നാണ്. നമ്മൾ കാണുന്ന ഈ അരയാൽ വൃക്ഷം അതിൻ്റെ മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷനിൽ അപൂർണതകൾ ഉണ്ടാവും, പക്ഷേ സ്രോതസ്സിൽ ഒരിക്കലും അപൂർണത ഇല്ല. ഖുറാനിൽ ഒരു പരാമർശം ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കടലായിട്ട് ഉപമിക്കുന്നു. സൂര്യൻ്റെ പ്രകാശം കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ പല ലെയേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരും. ഏറ്റവും ഡീപ്പായിട്ടുള്ള ഭാഗങ്ങളിൽ അവിടെ ഇരുട്ടാണ്.
പക്ഷെ അവിടെയുമുള്ള ചരാചരങ്ങൾ അതിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. അവർ സ്വന്തം ലൈറ്റ് പ്രകാശിക്കും. അപ്പോൾ അവിടെയും പ്രകാശം നിഷേധിക്കപ്പെടുന്നില്ല. പക്ഷെ ഒറിജിനൽ ഫ്ലോ കുറഞ്ഞ് 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 വരും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ കോൺഷ്യസ്നസ്സിൽ ഡിസെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ആ ഒറിജിനൽ ധാമത്തിന്റെ ആ പ്യൂരിറ്റി നമ്മൾ ക്രിയേഷനിൽ കാണുന്നില്ല. ഇപ്പൊ യോഗ സാധനയിലൂടെ നമ്മൾ ഈ സ്ഥലങ്ങൾ കടന്നു വന്നു. ഇതിനാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ള ആ പൂർണ്ണതയുടെ അനുഭവത്തിൽ എത്തിച്ചേരുന്നു. സമ ആദി സമാധി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ തിരിച്ചെത്തുന്നു. അതിനുശേഷം എന്ത്? ലക്ഷ്യം അവസാനിക്കുന്നില്ല. ചാരുജി മഹാരാജ് പറയുന്നുണ്ട്, ഇതൊരു അനന്തമായിട്ടുള്ള യാത്രയാണ്, ഒരു അവസാനിക്കുന്ന ലക്ഷ്യമല്ല. ഇപ്പൊ സഹജമാർഗത്തിൽ ഹാർട്ട്ഫുൾനെസ്സിൽ ആ ലക്ഷ്യത്തിന്റെ ആ ഗ്ലിംസ് ഓരോ സിറ്റിങ്ങിലും നമുക്ക് ലഭിക്കുന്നു. എല്ലാവരും അത് അനുഭവിക്കണം, എങ്കിലേ അത് മനസ്സിലാവുള്ളൂ. ഓരോ സിറ്റിങ്ങിലും നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ ആ ഒറിജിനൽ അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നു. അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു മാത്രം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല. കഴിയുന്നത്ര നിലനിർത്തൂ എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ബോധതലങ്ങളിൽ പിന്നെ പ്രവർത്തിക്കുക. പലരും പല സ്ഥലങ്ങളിൽ പല ജോലികളിലും പ്രവേശിക്കുന്നു. ഏറെക്കുറെ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിർത്തുന്നു, പക്ഷെ അബ്സല്യൂട്ട് പ്യൂരിറ്റി നിലനിർത്താൻ സാധിക്കില്ല. ഇപ്പോൾ സൂര്യൻ ആ അബ്സല്യൂട്ടിൽ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ അവിടെ പ്രകാശിക്കുന്നില്ല. ഈ ചരാചരങ്ങൾക്കൊന്നും ആ പൂർണ്ണമായിട്ടുള്ള പ്രകാശം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനൊരു സ്റ്റേറ്റ് ശരിക്കും ഒരു വേദനാജനകമായിട്ട് സ്റ്റേറ്റ് അല്ലേ. ഒരു കച്ചേരി നടത്തുകയാണെന്ന് ആലോചിച്ചു. മ്യൂസിഷ്യൻ പാടുന്ന ആ പ്യൂറായിട്ടുള്ള ആ റിഥം, ആ ട്യൂൺ, അത് തന്നെയല്ല മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സിലൂടെ താളത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൽ ഫ്ലോസ് ഉണ്ടാവും, ഒറിജിനൽ മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതൊരു വീഴ്ചയല്ലേ. അപ്പൊ ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്യമം. എന്തിനാണ് ഒറിജിനൽ ആ സ്റ്റേറ്റ് തരുന്നത്? ഓരോ ബോധതലങ്ങളിലും പ്രവേശിച്ചിട്ട് അവിടെ ആ പൂർണ്ണതയെ എക്സ്പ്രസ് ചെയ്യുക. എന്നിട്ട് അവിടെയുള്ള ഓരോ ക്രീച്ചറിലും അത് കൊണ്ടുവരിക, അതും അതേപോലെ പ്രകാശിക്കും. അപ്പോൾ അശ്വത്ഥ വൃക്ഷം അവിടെ പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്നു. ഒറിജിനലായിട്ട് അതേ സ്റ്റേറ്റ് എല്ലാ ഇലകളിലും എല്ലാ സ്റ്റെംസിലും ഉണ്ടാവും. അവിടെ യാതൊരു വിധത്തിലുള്ള ഇന്ററപ്ഷൻസും ഇല്ല. ഗൗതമ ബുദ്ധൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിലുള്ള അവസാനത്തെ ആത്മാവിന് മോക്ഷം കിട്ടുന്നത് വരെ എനിക്ക് വിശ്രമമില്ല, ഞാൻ തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ എല്ലാവരുടെയും കഥ ഇത് തന്നെയാണ്. ഇപ്പൊ മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നുള്ള ആ സ്റ്റേറ്റിൽ എത്തുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എത്തി ലിബറേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. അപ്പൊ അത് ലിബറേഷൻ അല്ല. കാരണം അവിടെ ലിബറേഷൻ, ഇവിടെ ലിബറേഷൻ ഇല്ല. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാൻ ആ പ്യൂരിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെങ്ങനെയാണ് ലിബറേഷൻ എന്ന് പറയാൻ സാധിക്കുക? അപ്പൊ മനുഷ്യരാശിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ഗോളിനെ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള ഓരോ മുക്കിലും മൂലയിലും പ്രപഞ്ചങ്ങളുടെ തന്നെ പറഞ്ഞു അവിടെ എല്ലാം പ്രകാശിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഹയസ്റ്റ് വേർഷൻ പ്രകാശിപ്പിക്കുക. നല്ല രസമാണ് ആലോചിക്കാൻ. ശരിക്കുള്ള ഞാൻ അവിടെ പ്രകാശിക്കുന്നു, സർവ്വചരാചരങ്ങളും പ്രകാശിക്കുന്നു. അപ്പൊ ഇവിടെ അതേ ഒറിജിനൽ അവസ്ഥ ഇവിടെയുണ്ട്, അവിടുത്തെ പോലെ ഇവിടെയും എന്ന് പറയും. ആസ് എബവ് സോ ബിലോ. അപ്പൊ അവിടേക്കാണ് ശരിക്കും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നുള്ളതല്ല, ആ ലക്ഷ്യത്തെ ഈ പ്രപഞ്ചം നിറയ്ക്കുക. അവിടെയാണ് നമ്മുടെ ആനന്ദം മുഴുവൻ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ എവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ ആനന്ദം, ഞാൻ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്, ഞാൻ വീഴുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ആ പ്രകാശത്തെ കൺവേ ചെയ്യുന്ന മാധ്യമമാണ്. ഇവിടെ മുഴുവൻ എല്ലാ ക്രീച്ചേഴ്സിലും അത് കാണുന്നവരെ എനിക്ക് വിശ്രമമില്ല. അപ്പൊ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് അതാണ് ശരിക്കുള്ള ക്രേവിങ്, അതാണ് റെസ്റ്റ്ലെസ്നെസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ലക്ഷ്യത്തിൽ ജീവിക്കുക, എങ്ങനെയാണ് ആ ഗോളിൽ ജീവിക്കുക, ലിവിങ് ഇൻ ദാറ്റ് ഗോൾ, അതായിരിക്കാം നമ്മുടെ അടുത്ത ഡിസ്കഷൻസ് വേണ്ടത്. അപ്പോൾ യോഗ എന്നുള്ള ഈ പദ്ധതിയുടെ വേറൊരു ഡയമെൻഷനാണ് എക്സ്പ്രഷൻ ഓഫ് ദ
ഗോൾ, എക്സ്പ്രഷൻ ഓഫ് ദ മാസ്റ്റർ ഇൻ ദിസ് യൂണിവേഴ്സ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിട വാങ്ങുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.